ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത ISL സീസണിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും ലഭിക്കാത്ത ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരു കൊമേഴ്ഷ്യൽ പാർട്ണറെ കണ്ടെത്താൻ അതല്ലെങ്കിൽ തീരുമാനിക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കഴിഞ്ഞിട്ടില്ല. ഏതായാലും അടുത്ത സീസണിന് ഏതൊക്കെ ക്ലബ്ബുകൾക്ക് പ്രീമിയർ 1 ലൈസൻസ് ലഭിച്ചു, അതല്ലെങ്കിൽ ഏതൊക്കെ ക്ലബ്ബുകളുടെ ലൈസൻസുകൾ റിജക്റ്റ് ചെയ്തു എന്നുള്ളതിൽ ഒരു വ്യക്തമായ വിവരം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിലേക്ക് ലൈസൻസ് ലഭിച്ചിട്ടില്ല. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ലൈസൻസ് ലഭിച്ച ക്ലബ്ബുകളെ നമുക്ക് പരിശോധിക്കാം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഈസ്റ്റ് ബംഗാൾ, ജംഷഡ്പൂർ FC, മുംബൈ സിറ്റി, ബംഗളൂരു FC ഗോവ, പഞ്ചാബ് ഇവരാണ് ക്രൈറ്റീരിയ മറികടന്നുകൊണ്ട് ലൈസൻസ് സ്വന്തമാക്കിയിട്ടുള്ളത്. സാങ്ഷനോട് കൂടിയാണ് ഇവർക്ക് ലൈസൻസ് ലഭിച്ചിട്ടുള്ളത്. ഇനി ലൈസൻസ് റിജക്റ്റ് ചെയ്ത ക്ലബ്ബുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി, ഒഡീഷ FC, മോഹൻ ബഗാൻ, ചെന്നൈയിൻ FC, കേരള ബ്ലാസ്റ്റേഴ്സ്, മുഹമ്മദൻ SC, ഇന്റർ കാശി ഈ ടീമുകൾക്കൊന്നും തന്നെ ലൈസൻസ് ലഭിച്ചിട്ടില്ല. ആ ക്രൈറ്റീരിയ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ലൈസൻസ് ലഭിക്കാത്ത ക്ലബ്ബുകൾ എന്ത് ചെയ്യണം എന്നുള്ളത് കൂടി ഫെഡറേഷൻ പറയുന്നുണ്ട്. ഒന്നുകിൽ ഇതിനെതിരെ അപ്പീൽ പോകാം, അതല്ല എങ്കിൽ ഇളവുകൾക്ക് വേണ്ടി അപേക്ഷിക്കാം എന്നുള്ളതാണ്. അതായത് അടുത്ത സീസണിലെ ക്ലബ്ബ് കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കണമെങ്കിൽ ഇളവുകൾക്ക് വേണ്ടി അപേക്ഷിക്കാം. അങ്ങനെ അവർക്ക് അടുത്ത സീസണിൽ കളിക്കാം. ലൈസൻസ് അവർക്ക് ലഭിച്ചിട്ടില്ല. ഇതിനെതിരെ അപ്പീൽ നൽകാനുള്ള അവകാശം ക്ലബ്ബുകൾക്കുണ്ട്. അതല്ലെങ്കിൽ ഇളവുകൾക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള ഒരു അവകാശവും ക്ലബ്ബുകൾക്കുണ്ട് എന്നുള്ളതാണ്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ലൈസൻസ് ലഭിച്ചിട്ടില്ല. എല്ലാം പരിഹരിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ലൈസൻസ് സ്വന്തമാക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.